മേപ്പാടിയിലെ ക്യാമ്പുകളിൽ ഇപ്പോഴും ഉറ്റവരെയും ഉടയവരെയും തേടിക്കൊണ്ട് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ സഹോദരൻ്റെ കുടുംബത്തെ ഒന്നും കാണാതായ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന 2 പേരാണ്. ഉണ്ണികൃഷ്ണൻ മണി എന്നാണ് ഇവരുടെ സഹോദരനായ ഗോപാലിനെയും കുടുംബത്തെയും ഈ ഉരുൾപൊട്ടലിന് ശേഷം കാണാതായി. എങ്ങനെയാണ് ആ വീട് പൂർണ്ണമായിട്ടും പോവുകയാണോ ചെയ്തത്? എന്താ സംഭവിച്ചത്? അവരെ ആയിരുന്നില്ല. അവർ നേരെ താഴത്ത് ഒരു 4 വീട് താഴത്ത് സുബ്രൻ എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലായിരുന്നു. പക്ഷെ ആ വീടാണ് പൂർണ്ണമായിട്ട് പോയത്. ഏട്ടൻ്റെ വീടിന് ഒരു കുഴപ്പമില്ല. അവർ നേരെ താഴത്ത് കുറച്ച് വെള്ളം വരുന്നുണ്ടപ്പോൾ അവർ താഴത്തേക്ക് കയറി പോതാ. ആരൊക്കെയാണ് കുടുംബത്തിലുണ്ടായിരുന്നത്? അതിൽ ജ്യേഷ്ഠനും ജഡത്തിയമ്മയും 2 മക്കളും, വർഷ, വൈഷ്ണവ്, ഗോപാല, സൗമ്യ. താഴത്തെ വീട്ടിൽ സുബ്രേട്ടൻ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയുള്ളൂ. അവരുടെ വൈഫ് മറ്റു കുടുംബങ്ങൾ 12 ആളുണ്ടായിരുന്നു. അതിൽ 3 ആൾ കിട്ടിയെന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും പോയി. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇവർ താഴെ വീട്ടിലേക്ക് മാറിയതാണ്? താഴെ വീട്ടിലേക്ക് മാറി. അവർ 4 വീട് താഴത്തേക്കാണ് മാറി. അതിന് മുമ്പ് ഞാനൊരു 9:30 ആയപ്പോൾ മോൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫോൺ കറക്റ്റാക്കി. രാവിലെ ഞാൻ 5 മണിക്ക് നാട്ടിൽ നല്ല മഴയായിരുന്നു. പെരുന്നാൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചു. അവൾ വിളിച്ചപ്പോൾ പിന്നെ കോള് പോകണില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് നീർവാരത്തായിരുന്നു. അവിടേക്ക് വിളിച്ചു. അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വിളിച്ചിട്ട് പിന്നെ കിട്ടണേയില്ല. ലാസ്റ്റ് അവിടെ നാട്ടിൽ കറണ്ട് പോയി. ന്യൂസ് കേൾക്കാനല്ല, മൊബൈലിൽ കണ്ടു നോക്കുമ്പോൾ ആകെ മേപ്പാടി മുണ്ടക്കഴി പറഞ്ഞപ്പോൾ പിന്നെ ആകെ എല്ലാം പോയി. പിന്നെ ടിവിയിലൊക്കെ ഇങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കറണ്ട് വന്ന് നോക്കുമ്പോൾ ജ്യേഷ്ഠൻ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് പോയി. വീട് അവിടെ നിൽക്കുന്നുണ്ട്. വീട് എനിക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഞാൻ നമ്മൾ കണ്ട വീടായിരുന്നു. പക്ഷെ ബാക്കിലെല്ലാം പോയി. ഒന്നുമില്ല. ഇപ്പോൾ ന്യൂസിൽ നോക്കുമ്പോൾ മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. ഈ വന്ന ബോഡികൾ നമുക്ക് സാമ്യം തോന്നുന്ന അവരെ സാമ്യം തോന്നുന്ന ഒന്നും നമുക്കതിൽ ഇതാക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല. നിലമ്പൂർ ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ട് ഞങ്ങൾ നിലമ്പൂർ വന്ന് അവിടെ 10 ബോഡിയോ എത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നോക്കി. അപ്പോൾ അതിലില്ല. എന്നിട്ട് ഞങ്ങളവിടെ പോലീസുകാർ അന്ന് രാത്രി യാത്ര ചെയ്യാൻ വല്ലാറുണ്ട്, ചുരത്ത് കയറാൻ വല്ലാറുണ്ട്. അന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ട് 5 മണിക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി. 8 മണിയാകുമ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ഇവിടെ ഉള്ളത് പരമാവധി ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വൈഫ് കൂടി വരുന്നുണ്ട് നാട്ടിൽ നിന്ന്, പെരുന്നാളിൽ. അപ്പോൾ വൈഫ് വന്നിട്ട് ഒന്നും കൂടി മൊത്തത്തിൽ എല്ലാ ബോഡികളും ഒന്ന് നോക്കാനായിട്ട്. പിന്നെ മേപ്പാടിയിൽ നിന്ന് കുറച്ച് മുണ്ടക്കഴിയിൽ നിന്ന് കുറച്ച് ബോഡികൾ കിട്ടാണ്ടെന്നും പറയുന്നുണ്ട്. ഇതിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ആരാണ് പറഞ്ഞത് ഈ സംഭവം ഉണ്ടായ ശേഷം മറ്റേ വീട്ടിലേക്ക് മാറിയിരുന്നു എന്ന്? അവരെന്നെ പറഞ്ഞേ. അവിടുന്നാണ് വിളിച്ചത് ഞങ്ങൾ സുബ്രേട്ടൻ്റെ വീട്ടിലാണ് താഴത്തേക്ക് പോകുന്ന കൂടി ചെറിയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ മണിക്കാണ് വിളിച്ചത്? 9-9 ഉണ്ടാവും. അപ്പോൾ വിളിച്ചിട്ട് ഞങ്ങൾ താഴത്തെ വീട്ടിൽ പോകുന്നുണ്ട്. അവർക്കെന്തോ വലിയച്ഛൻ അങ്ങനെ എന്തോന്ന് മാമൻ എന്തോന്നാണ്. അവരുടെ കുടുംബക്കാരനെ ഒരുമിച്ച് പണിയെടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ചെറിയച്ച. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയും കൂടി നേരെ മേലത്തെ വീട്ടിൽ എന്തോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയി. അത്ര ദൂരമുള്ളൂ, 4 വീടല്ലേ. അപ്പോൾ അത്ര വീടുള്ളൂ, ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തിനോ പോയിക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛനിട്ട് ഇപ്പോൾ വരുന്നായിരുന്നു. അവിടെ 9-9 വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് 2 ആളും. പിന്നെ അവിടുത്തെ കുട്ടികളും കൂടി ഞങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പൊതുവെ ഇവിടെ മഴ ആയതുകൊണ്ട് കുറേ സ്കൂളും കാര്യങ്ങളൊക്കെ ഒഴിവായിരുന്നു. അങ്ങനെ വിളിച്ചു. ഞാൻ പിന്നെ നാട്ടിലത്തെ മഴ കണ്ടിട്ട് വിളിച്ചാണ് പിന്നെ വീണ്ടും. പെരുന്നാളിന് നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടി ഭയങ്കര ഇതായി. പിന്നെയും വിളിച്ചു ഞാൻ. അപ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് സ്റ്റോക്ക് അവരെ ചെയ്യുക, കോള് പോകണില്ല. അപ്പോൾ ഇന്ന് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇത് പൊട്ടലിൽ കഴിഞ്ഞിട്ടുണ്ടാവും. 1 മണീൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിയെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നത്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ട് പിന്നെ നിലമ്പൂർ വന്നു എന്നിട്ട് ഞങ്ങൾ നിലമ്പൂർക്ക് വണ്ടി എടുത്ത് വന്നിട്ട് അവിടെ നോക്കി. മുണ്ടക്കഴി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവർ മുണ്ടക്കഴി തന്നെയാണ്. പിന്നെ ഈ ന്യൂസിൽ കണ്ടു നോക്കുമ്പോൾ അവർ നിന്ന വീട് ഇല്ല. പിന്നെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഈ ചാനലിലും മറ്റും എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ എന്തായാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്തായാലും എന്തെങ്കിലും ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അതില്ലാന്നില്ല കാര്യം ഷുവറാണ്.
ഇത്തരത്തിൽ നിരവധി ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ മണിയും ഉണ്ണികൃഷ്ണനും അവരുടെ സഹോദരനെയും കുടുംബത്തെയും തേടിയാണ് ഈ ഭാഗത്തേക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നത്. ഒരു വിവരവും അവരെക്കുറിച്ച് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് അവരുടെ ആ വീട് അതുപോലെ തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുണ്ടക്കയിലെ വീട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രാത്രി ഈ സംഭവത്തിന് മുമ്പ് മഴ ശക്തമായപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 9 തന്നെ ഈ കുടുംബം താഴെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയിരുന്നു എന്നൊരു വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. ആ വീടാകട്ടെ പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിലുമാണ്. ആ പരിസരത്തൊക്കെ തന്നെ തിരച്ചിൽ പൂർണ്ണമായും നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവരുടെ സഹോദരനും കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ മുണ്ടേരിയിലെ മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന് അവർ ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.